4-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് കുടിയേറിയ ജ്ഞാനായ സമുദായം പിന്നീട് വളർച്ചയുടെ വഴികൾ താണ്ടി ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഈ വളർച്ച തീർച്ചയായിട്ടും ജ്ഞാനായ സമുദായത്തോടൊപ്പം സഭയുടെയും വളർച്ചയായിട്ടാണ് ഇത് കാണുന്നത്. കാരണം ജ്ഞാനായ സമുദായം സ്വഭാവത്തിൽ തന്നെ ഒരു പ്രേക്ഷിത സമൂഹമാണ്. 4-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക് വന്ന ജ്ഞാനായ സമുദായമാണ് ഇവിടെ അന്നുണ്ടായിരുന്ന സിറോ മലബാർ സഭയ്ക്ക് ആവശ്യമായ ഊർജം പകർന്നു കൊടുത്ത് തുടർച്ചയായിട്ട് അവിടെ നിന്ന് വന്നിരുന്ന മെത്രാന്മാരുടെ കീഴിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നമ്മളിവിടെ സഭ വളർന്നിരുന്നു. പിന്നീട് പോർച്ചുഗീസ് ബിഷപ്പുമാർ വന്നപ്പോൾ മാറ്റം വന്നെങ്കിലും അപ്പോൾ ആ ഒരു സ്വഭാവം ഒരു ചൈതന്യം നമുക്കുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ആളുകൾ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള പള്ളികളിൽ അവരവിടെ സഹകരിക്കുകയും അവിടുത്തെ സഭാപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതിനെ അവിടെയുള്ള വൈദികർ വളരെ നല്ല രീതിയിൽ എന്നോട് തന്നെ പ്രശംസിച്ച് പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് സിറോ മലബാർ സഭയുടേതായ സംവിധാനങ്ങൾ അവിടെയൊക്കെ വന്ന സാഹചര്യത്തിൽ അവിടെ ജ്ഞാനായ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ജ്ഞാനായ സമുദായത്തിൻ്റെ വളർച്ചയിൽ പങ്കുചേരാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്, സഭാപരമായിട്ട് വളരാൻ സാധിക്കുന്നുണ്ട്. ദൈവം അനുവദിക്കുന്നതനുസരിച്ച്. കാരണം കുടിയേറ്റം നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ കുടിയേറ്റത്തിലും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടും സഭയോട് ചേർന്ന് വളരുക എന്നുള്ള ഒരു പൊതുതത്വം ജ്ഞാനായ സമുദായം ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുടിയേറ്റങ്ങളും നമുക്ക് ഒരുപക്ഷെ ഇവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ നഷ്ടമുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ പുതിയ സ്ഥലങ്ങളിൽ, പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ കൂടുതൽ നല്ല ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതിനായിട്ട് പരിശ്രമിക്കുന്നു, അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊക്കെ മാറി നമുക്ക് നല്ല ഒരു സഭാ സംവിധാനമായിട്ട് വളരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്.